Hi everyone, this is Ebin from Evika. നമ്മുടെ ഈ പറഞ്ഞ എല്ലാ ആപ്പിൾ കൂട്ടുകാർക്കും ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ്. ഞാനൊരു മാക്ബുക്ക് വാങ്ങിക്കാൻ പോകുമ്പോൾ ആ ഒരു മാക്ബുക്ക് എനിക്ക് സൂട്ടബിൾ ആയിരിക്കുമോ, അല്ലെങ്കിൽ എൻ്റെ എല്ലാ ആവശ്യങ്ങളും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മാക്ബുക്ക് ആയിരിക്കുമോ ആ ഒരു എടുക്കാൻ പോകുന്ന ഡിവൈസിന് എല്ലാവർക്കും ഇൻക്ലൂഡിങ് എനിക്ക് ഉൾപ്പെടെയുണ്ടാകുന്ന ഒരു ഡൗട്ടായിരുന്നു. പക്ഷേ ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് തന്നെ ആ ഒരു ഉത്തരത്തിൻ്റെ ആൻസർ ലഭിക്കും. എൻ്റെ ആവശ്യത്തിനുള്ള ഒരു മാക്ബുക്ക് ഇതാണെന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. സോ ഈ ഒരു വീഡിയോ തുടങ്ങുന്ന തൊട്ട് മുമ്പായിട്ട് ഞാൻ നിങ്ങളെല്ലാവരും നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ വരുന്ന ഓരോ പുതിയ ലീക്സ്, റൂമേഴ്സ്, അപ്ഡേറ്റ്സ്, ന്യൂസ് ആൻഡ് വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും മാറാൻ പറ്റും. അതോടൊപ്പം നമ്മുടെ ചാനൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത കുറേ കൂട്ടുണ്ട്. സോ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മൾ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഒന്നാമത്തെ കാറ്റഗറിയാണ് മാക് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ചോദിക്കും, മാക് എന്ന് പറയുന്നത് ഫുള്ള് മാക്കിൻ്റെ അല്ല. മാക് എന്ന് സ്പെസിഫൈ ചെയ്ത് പറയുന്നത് മാക് മിനിനെയും മാക് സ്റ്റുഡിയോനെയും മാത്രമാണ്. ഈ പറയുന്ന മാക് മിനിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും പോർട്ടബിൾ ആയിട്ടുള്ളതും അതേപോലെ ചീപ്പായിട്ട് ലൈനപ്പിൽ വരുന്ന ഒരു ഡിവൈസാണ് മാക് മിനി എന്ന് പറയുന്നത്. നിങ്ങളുടെ വീട്ടിൽ ഒരു ഡെസ്ക്ടോപ്പും അതേപോലെ കീബോർഡ് മൗസ് ഉണ്ടെന്ന് കരുതുക. സെയിം ഈ പറഞ്ഞ 3 കാര്യങ്ങൾ നിങ്ങളുടെ ഓഫീസിലായിക്കോട്ടെ അതേപോലെ ഈ പറഞ്ഞ സ്കൂളിലായിക്കോട്ടെ നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ പറഞ്ഞ മാക് മിനി മാത്രം മതി. നിങ്ങൾക്ക് ഏത് സ്ഥലത്ത് പോയാലും ഈ ഒരു മാക് മിനി കണക്ട് ചെയ്താൽ ഫുൾ ഡാറ്റയും വർക്കുകളും ലോഡും ഫുള്ള് നിങ്ങൾക്ക് ആ ഒരു മാക് മിനിയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഞാൻ വീട്ടിലിരുന്ന് വർക്ക് ചെയ്തു, മാക് മിനിയിലേക്ക് സ്റ്റോർ ചെയ്തു. മാക് മിനി എടുത്ത് എൻ്റെ ബാഗിലേക്ക് വെച്ച് നേരെ ഞാൻ എൻ്റെ വർക്ക് പ്ലേസിൽ പോയി അവിടെ ആ ഒരു മോണിറ്ററിലേക്ക് കണക്ട് ചെയ്താൽ ഫുൾ ഡാറ്റയും എനിക്ക് അവിടെ കിട്ടും. അതുകൊണ്ട് തന്നെ എനിക്കധികം വലിയ ചിലവുകളില്ല. അതേപോലെ തന്നെ എനിക്ക് വേറെ എവിടെ പോയാലും, ഇപ്പം ഞാൻ അബ്രോഡ് പോയാൽ പോലും എൻ്റെ ഈ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്ത് നിന്ന് വേറെ എവിടെ പോയാലും എനിക്കൊരു മോണിറ്ററും കീബോർഡും മൗസും മാത്രം മതി. എനിക്ക് എൻ്റെ എല്ലാ വർക്കും ഡാറ്റകളും കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇനി മാക് സ്റ്റുഡിയോയിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ മാക് ലൈനപ്പിൽ തന്നെ അത്യാവശ്യം നല്ലൊരു എക്സ്പെൻസീവായ ഒരു മാക്കാണ് മാക് സ്റ്റുഡിയോ എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങൾ ഇപ്പോൾ സിനിമ അതേപോലെ വലിയ വലിയ ഡാറ്റ വർക്ക് ചെയ്യുക, മ്യൂസിക്കൽ കമ്പോസിങ്, അതേപോലെ മ്യൂസിക് ഫീൽഡിലുള്ളവർ, പിന്നെ വലിയ വലിയ ആനിമേഷൻ റെൻഡർ ചെയ്യുന്നവർ, അങ്ങനെ പഠിക്കാൻ വേണ്ടി താല്പര്യപ്പെടുന്നവരാണെങ്കിൽ എന്തായാലും മാക് സ്റ്റുഡിയോ നിങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്യാം. കാരണം ഇപ്പോൾ നിങ്ങൾ മാക് സ്റ്റുഡിയോ വാങ്ങിച്ചാൽ പോലും ഇനിയും ഒരു 6-7 കൊല്ലത്തേക്കും തിരിഞ്ഞു നോക്കാതെ ഈ പറഞ്ഞ മാക് സ്റ്റുഡിയോ വർക്ക് ചെയ്യും. പക്ഷേ നമ്മുടെ ഈ പറഞ്ഞ മാക് സ്റ്റുഡിയോ എന്ന് പറയുന്നത് എക്സ്പെൻസീവ് ലൈനിൽ നിൽക്കുന്ന ഒരു മാക് പ്രൊഡക്റ്റ് തന്നെയാണ്. നമ്മുടെ രണ്ടാമത്തെ കാറ്റഗറിയാണ് iMac 24 എന്ന് പറയുന്നത്. ഈ ഒരു ഡിവൈസ് M1-ലും M3-ലും നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഫണ്ടിന് കുറച്ചധികം പ്രശ്നമുണ്ടെങ്കിൽ M1 ചൂസ് ചെയ്യാം. അല്ല, നിങ്ങൾക്ക് ഈ ഒരു ലൈനപ്പിൽ തന്നെ അത്യാവശ്യം നല്ലൊരു ഡിവൈസ് വേണമെന്നാണെങ്കിൽ M3യും ചൂസ് ചെയ്യാം. ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് വെച്ച് കുറച്ച് സ്റ്റൈലിഷ് ആയിട്ട് നിങ്ങളുടെ ആ ഒരു സ്ഥലം മാറ്റണം എന്നാണെങ്കിൽ M1-ൻ്റെ അല്ലെങ്കിൽ M3-ൻ്റെ ഈ പറഞ്ഞ iMac നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. വർക്ക് പ്ലേസിൽ നിങ്ങളുടെ ആ ഒരു കളർ തീമായിട്ട് നിങ്ങൾക്ക് ചേർന്ന് പോകണമെങ്കിൽ അല്ലെങ്കിൽ സിങ്ക് ചെയ്ത് പോകണമെങ്കിൽ ഈ ഒരു ഡിവൈസ് നല്ലതായിരിക്കും. അതേപോലെ തന്നെ നമുക്ക് എല്ലാ പർപ്പസും ഈ പറഞ്ഞ മാക് ബുക്കിൽ നടക്കുകയും ചെയ്യും. നിങ്ങൾക്ക് ഈ പറഞ്ഞ മാജിക് കീബോർഡും മാജിക് മൗസും ഈ ഒരു ഡിവൈസ് പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ കൂടെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കീബോർഡോ മൗസോ നിങ്ങൾ അഡീഷണൽ വാങ്ങേണ്ട കാര്യമില്ല. പിന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ കളർ സെറ്റപ്പും കൂടെ മാച്ച് ആവുന്നതുകൊണ്ട് എസ്തെറ്റിക്കലി നിങ്ങളുടെ വർക്കിംഗ് പ്ലേസും പിന്നീട് നിങ്ങൾക്ക് ആ ഒരു വർക്കിംഗ് ആയിട്ടുള്ള ആംബിയൻസിൻ്റെയും ആ ഒരു ഭംഗി നന്നായിട്ട് കൂടുന്നതായിരിക്കും. നമ്മുടെ മൂന്നാമത്തെ കാറ്റഗറിയാണ് മാക് ബുക്ക് എന്ന് പറയുന്നത്. മാക് ബുക്കിലേക്ക് നോക്കുമ്പോൾ ഈ പറയുന്ന എൻ്റെ ഡിവൈസ് M1 ആണ്. ഈ ഒരു M1 എയറിൽ ഞാൻ എൻ്റെ 4K വീഡിയോ എഡിറ്റിംഗ് അതേപോലെ തന്നെ എൻ്റെ ബ്രൗസിങ് ബാക്കി എല്ലാ കാര്യങ്ങളും ഈ ഒരു ഡിവൈസിൽ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷേ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഹൈ എൻഡ് പ്രവർത്തികൾ ചെയ്യണമെന്നാണെങ്കിൽ ഈ ഒരു ഡിവൈസ് ചിലപ്പോൾ മതിയാവില്ല. കാരണം ചില സമയത്ത് എനിക്ക് ഈ ഒരു ഡിവൈസ് ചൂടാവുന്നുണ്ട്. മേ ബി അത് എൻ്റെ യൂസേജ് കൊണ്ടായിരിക്കാം. നിങ്ങൾക്ക് അതിനെ യൂസേജ് ചെയ്യുമ്പോൾ ഹീറ്റ് ആവണമെന്ന് നിർബന്ധമില്ല. രണ്ടാമത്തെ പോസിബിലിറ്റി നമ്മുടെ ഈ പറയുന്ന OSൻ്റെ അതായത് മാക് OSൻ്റെ ചെറിയ എന്തെങ്കിലും ബഗ് ഉണ്ടെങ്കിലും നമ്മുടെ ഡിവൈസ് ചൂടാവാറുണ്ട്. ഇനി ഈ ഒരു ഡിവൈസ് എടുക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാർ ഏതൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു മാക് ബുക്ക് വേണം, അതായത് ലാപ്ടോപ്പ് വേണം. പക്ഷേ അത്രമാത്രം ഫണ്ട് നിങ്ങൾക്ക് റേസ് ചെയ്യാൻ പറ്റില്ല എന്നാണെങ്കിൽ
എന്തായാലും അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഈ പറയുന്ന M1 മാക്ബുക്ക് എയർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഡിവൈസാണ് നമ്മുടെ ഈ പറഞ്ഞ M2 മാക്ബുക്ക് എയർ എന്ന് പറയുന്നത്. പ്രോവിനെയും കാട്ടും M2 പ്രോവിനെയും കാട്ടും എന്തായാലും ബെറ്ററാണ് മാക്ബുക്ക് എയർ എന്ന് പറയുന്നത്. കാരണം അതിൽ ഈ ടച്ച് ബാർ നമുക്കുണ്ട്. എനിക്കും ഇഷ്ടമുള്ള ഒരു ഫീച്ചർ തന്നെയാണ് ടച്ച് ബാർ എന്ന് പറയുന്നത്. ഈ ഒരു ഡിവൈസിൽ ആ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ എന്തായാലും ഞാൻ യൂസ് ചെയ്തതിനെ. പക്ഷേ ആ ഒരു ടച്ച് ബാറിന് കംപ്ലൈൻറ്റ് വന്നാൽ ഫുൾ ഫ്ലെഡ്ജ് കീബോർഡും നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ ആ പറയുന്ന M2 Pro സജസ്റ്റ് ചെയ്യാതെ M2 എയർ സജസ്റ്റ് ചെയ്യുന്നത്. അതേപോലെ M2 എയറും M1 എയറിലേക്ക് നോക്കുമ്പോഴും നമുക്ക് ഈ പറഞ്ഞ പോർട്ടുകളിലും വ്യത്യാസമുണ്ട്. ഈ പറഞ്ഞ USB-C 2 പോർട്ടാണ് M1 വരുന്നത്. പക്ഷേ M2ലേക്ക് നോക്കുമ്പോൾ 2 USB-Cയും അതേപോലെ മാക്സേഫ് ചാർജിങ് അഡാപ്റ്ററും നമുക്ക് വരുന്നുണ്ട്. പെർഫോമൻസ് വൈസും നമുക്ക് ഈ ഒരു ഡിവൈസ് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി M3 മാക്ബുക്ക് പ്രോയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഫണ്ട് റേസ് ചെയ്യാനുള്ള വലിയ പ്രശ്നമില്ല. അതേപോലെ തന്നെ ഏറ്റവും ടോപ്പ് നോച്ചായിട്ട് ഇപ്പോൾ റിലീസ് ചെയ്യുന്ന ഏറ്റവും പുതിയ ഒരു മാക്ബുക്ക് എയർ അല്ലെങ്കിൽ പ്രോ വാങ്ങിക്കണം എന്നാണെങ്കിൽ M3 മാക്ബുക്ക് പ്രോ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഏറ്റവും നല്ല പെർഫോമൻസും അതേപോലെ കേപ്പബിലിറ്റീസും നമ്മുടെ ഈ പറഞ്ഞ M3 മാക്ബുക്ക് പ്രോയിൽ ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി M3ൻ്റെ മാക്ബുക്ക് എയർ വേണമെന്നാണെങ്കിൽ 2024 മാർച്ച് വരെ കാത്തിരുന്നാൽ മതി. ഫസ്റ്റ് ക്വാർട്ടറിൽ തന്നെ ആപ്പിൾ 15 ഇഞ്ചിൻ്റെ മാക്ബുക്ക് എയറും റിലീസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് എയർ M3ൻ്റെ വേണമെന്നാണെങ്കിൽ മാർച്ച് വരെ കാത്തിരിക്കുക, നിങ്ങൾക്ക് വാങ്ങിക്കാം. ഇനി കൺക്ലൂഷനായിട്ട് ഏത് ഡിവൈസ് ഞാൻ അഡോപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ ഒന്ന് M2ൻ്റെ മാക്ബുക്ക് എയർ. മിഡ് നൈറ്റ് ബ്ലാക്ക് എടുക്കരുത്. കാരണം ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്മഡ്ജിങ് കാര്യങ്ങളും വരും. വേറെ സിൽവറോ ബാക്കി ഏതെങ്കിലും കളറ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. രണ്ടാമത്തെ ഡിവൈസാണ് മാക് മിനി എന്ന് പറയുന്നത്. കാരണം ഒരു ഡെസ്ക്ടോപ്പും അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്ക്രീനും കീബോർഡും മൗസും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെ വെച്ചും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പോർട്ടബിൾ ആയിട്ടുള്ള ഡിവൈസാണ് മാക് മിനി എന്ന് പറയുന്നത്. അതേപോലെ ഒരു ഹാർഡ് ഡിസ്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പറയുന്ന ഏത് രാജ്യത്ത് പോയാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സോ ക്യാഷും കുറവാണ്, യൂട്ടിലിറ്റിയും കുറവാണ്. ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്കും നിങ്ങൾക്കൊരു മാക്ബുക്ക് എടുക്കണമെങ്കിൽ അതിൻ്റെ ഫുൾ ഒരു സോർട്ട് ഔട്ട്, ഇന്നതാണ് എൻ്റെ യൂസ് അപ്പോൾ നിങ്ങൾക്ക് ഇതെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇന്നതാണ് എൻ്റെ യൂസ് അപ്പോൾ എനിക്ക് ഇത് മതിയാവും എന്നുള്ള ഒരു ക്ലിയർ കട്ട് ഐഡിയ ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഞാൻ നിങ്ങൾ ഒന്നും കൂടെ നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യണം. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ ഇടുന്ന ഓരോ പുതിയ ലീക്സ്, റൂമേഴ്സ്, അപ്ഡേറ്റ്സ്, ന്യൂസ് ആൻഡ് വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും മാറാൻ പറ്റും. അതോടൊപ്പം നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം വഴി അപ്ഡേഷൻസ് വേണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് തൊട്ട് താഴത്ത് കൊടുത്തേക്കാം. Go follow me in Instagram too. And thank you so much for watching this whole video. This is Yebin Xavier signing from Edica.